ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി മീരയെയും കൂട്ടി ഒരു ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുവാണ്, മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇതിപ്പോൾ അത്യാവശ്യമാണോ, എന്തിനാണ് ഈ ചെക്കപ്പൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേടി എനിക്ക് കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യണം, കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകാറായി, ഇതുവരെ ഞാൻ കൺസീവ് ആയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും മീര പറയും, കൺസീവ് ആയിട്ടില്ല എന്ന് പറയാൻ 1 വർഷം ആവണല്ലേ ഉള്ളൂ, എല്ലാവർക്കും ഇപ്പോൾ 4-5 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടാവുന്നേ, ഈ ചെക്കപ്പ് ഇപ്പോൾ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എൻ്റെ ജീവിതത്തെ പറ്റിയെല്ലാം നിനക്കറിയാം, എൻ്റെ ജീവിതത്തിലെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും എല്ലാവരും അറിയും, അതിനു മുമ്പ് എനിക്ക് കൺസീവ് ആവണം, അപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ശ്രുതി ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല, ഞങ്ങൾക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവും, കുഞ്ഞിനെ വേണ്ടിയെങ്കിലും എന്നെ ഉപേക്ഷിക്കാതിരിക്കുമല്ലോ ശ്രുതി, അതുമാത്രമല്ല എനിക്ക് ജീവിക്കാനൊരു ധൈര്യവും ആ കുഞ്ഞു തരും എന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, നിനക്ക് ഓൾറെഡി ഒരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ പറ്റി നീ ആലോചിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവനെ ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ രേവതിയും നമ്മുടെ സച്ചിയും കൂടി അവരെ ദത്തെടുക്കുന്ന കാര്യമൊക്കെ ഓർത്ത് പിന്നെ എൻ്റെ കള്ളത്തരം അവർ വഴിയായിരിക്കും പിടിക്കാൻ പോകുന്നത്, അതിനു മുമ്പ് അവരെത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറ്റണം, അത് മാത്രമല്ല എനിക്ക് എത്രയും പെട്ടെന്ന് കൺസീവ് ആവണം മീര എന്നൊക്കെ ശ്രുതി വാശി പിടിക്കുവാണേ. മീര അപ്പോഴും പറയുന്നുണ്ട്, അത് ശരി ഞാൻ സമ്മതിച്ചു, പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്തുകൂടെ, ഈ ടെസ്റ്റൊക്കെ ഇപ്പോഴേ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അല്ല കുറേ നാളായി ഞാൻ ട്രൈ ചെയ്യുന്നു, ഇതുവരെ ആയില്ലല്ലോ, അപ്പം പിന്നെ ഇങ്ങനെ കുറച്ച് ടെസ്റ്റ് ഇനി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണമല്ലോ മീര എന്ന് പറയുമ്പോഴേക്കും മീര പറയും, നിനക്കെന്ത് കുഴപ്പമുണ്ടാവാനാ, നിനക്ക് ഓൾറെഡി ഒരു കുഞ്ഞില്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ മീരി ഒന്ന് പയ്യെ പറ, ആരെങ്കിലും പരിചയക്കാരൊക്കെ കേട്ടാൽ ഒരു മൈക്ക് സെറ്റ് ഞാൻ മേടിച്ച് തരട്ടെ എന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി ഇവിടെ ആര് വരാനാ ഈ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ, പരിചയക്കാരൊന്നും ഉണ്ടാവില്ല, റിസപ്ഷനിൽ പോയി ഡോക്ടറെ പറ്റി ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുവാണേ. എന്നിട്ട് ടോക്കണൊക്കെ എടുത്ത് ഡോക്ടറെ വെയിറ്റ് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ ദേവുവും രേവതിയും കൂടി ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. ദേവു ഒരു ജോബിന് വേണ്ടി ഇവിടെ അപ്ലൈ ചെയ്തായിരുന്നു അക്കൗണ്ട് സെക്ഷനിൽ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെയാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദേവു പറയും, എനിക്ക് കോൾ ലെറ്റർ വന്നായിരുന്നു ചേച്ചി, അതാ ഞാൻ വന്നത്, നിനക്ക് എന്തായാലും ജോലി കിട്ടും ദേവു, എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുവാണ്. പക്ഷേ രേവതി കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, നിനക്ക് പഠിക്കണോ മോളെ, ഇപ്പോൾ ജോലി വേണോ, അല്ലെങ്കിൽ കുറച്ചും കൂടി നിനക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ദേവു പറയുന്നുണ്ട്, അയ്യോ വേണ്ട ചേച്ചി, എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയുടെ പഠിത്തം നിർത്തിയത്, ഇനി എന്നെ പഠിപ്പിക്കാൻ വേണ്ടി സച്ചിയേട്ടനെയും കൂടി ബുദ്ധിമുട്ടിക്കണോ, ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് മുറി പോലും കെട്ടണ്ടേ, എനിക്ക് ഈ ജോലി കിട്ടട്ടെ ചേച്ചി, എനിക്ക് ജോലി മതി, ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് എൻ്റെ ശരത്തിനെയും അമ്മയൊക്കെ നല്ലോണം നോക്കാൻ, എനിക്കിനി പഠിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ ദേവു ഉറച്ചു തീരുമാനത്തിൽ നിൽക്കുവാണേ. അപ്പോൾ രേവതി പറയും, മോക്ക് എന്തായാലും ഈ ജോലി കിട്ടുക തന്നെ ചെയ്യും, നല്ല നിലയിലെത്തും ഈ ജോലിയിലൂടെ മോള്, കല്യാണം കഴിഞ്ഞിട്ടൊരു ജോലി ഉണ്ടായാലേ നമുക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്ന് പറയുമ്പോൾ ദേവു പറയും, എനിക്കറിയാം ചേച്ചി, ചേച്ചിയുടെ ജീവിതം തന്നെ അതിനൊരു എക്സാമ്പിൾ അല്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നിനക്ക് കിട്ടും, എനിക്കിപ്പോഴും നീ എൻ്റെ ഒരു കുഞ്ഞ, പണ്ട് നിന്നെ സൈക്കിളിൽ ചവിട്ടി സ്കൂളിൽ കൊണ്ടുപോകുന്നതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു, കാലം എത്ര പെട്ടെന്നാണ് പോയത്, ഇപ്പോൾ ദേ ഇൻ്റർവ്യൂവിനും ഒന്നിച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. എന്നിട്ട് അവർ റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട്, HR സെക്ഷൻ എവിടെയാണ്, ഞങ്ങളെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് റൂമിലോട്ട് പോകാൻ റിസപ്ഷനിൽ നിന്ന് പറയുന്നുണ്ട്. ശ്രുതിയും മീരയും കൂടി ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്, ഇവർ കണ്ടിട്ടില്ല. അതേസമയം ദേവു ഇൻ്റർവ്യൂവിന് വേണ്ടി മുറി പോകുമ്പോഴേക്കും രേവതി ഒരു കോള് വന്ന് പുറത്തോട്ട് പോവുകയാണ്, അതുകൊണ്ട് പരസ്പരം കാണുന്നില്ല. ശ്രുതി ചെക്കപ്പിന് വേണ്ടി അകത്തും കയറുന്നുണ്ട്. ഡോക്ടർ ശ്രുതിയെ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഇല്ല നോർമലായിരുന്നു, പെയിൻ വന്ന ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ബേബിയും പുറത്തോട്ട് വന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുവാണേ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, താൻ നല്ല ഹെൽത്തി ആടോ, തനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ എന്താ ഡോക്ടർ എനിക്ക് സെക്കൻഡ് ബേബി ഇത്രയും ലേറ്റ് ആവുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയും, അത് ചിലപ്പോൾ തനിക്ക് വല്ല സ്ട്രെസ് ഉണ്ടോ, എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ആലോചിച്ച് വല്ല ടെൻഷൻ ആകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഡോക്ടർ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ട്, അതാലോചിച്ച് എപ്പോഴും ടെൻഷനാന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, മൈൻഡ് റിലാക്സ് ആക്കി വെക്ക്, അപ്പം തന്നെ ഒരു പ്രശ്നവും തനിക്ക് ഉണ്ടാവില്ല, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ടാബ്ലറ്റ് കഴിക്കുക, ഞാൻ വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി തരാം, തനിക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല പരിശോധനയിൽ, പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ താൻ ഗർഭിണിയാവും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തോ, മരുന്നിൻ്റെ ചീട്ട് അവിടെ എത്തിച്ചു തരാമെന്നൊക്കെ പറയുവാണ്.
അപ്പോൾ ചെക്കപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും ഹേയ് ഫിസിക്കലി എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ സ്ട്രെസ്സ് മാറ്റണം എന്ന് പറയുവാന്ന് പറയുമ്പോഴേക്കും മീര പറയും നിനക്കതല്ലേ ഉള്ളൂ, നീ മലേഷ്യക്കാരൻ അച്ഛനുണ്ടെന്ന് കുറച്ച് കള്ളം പറയുന്നു, ആദ്യത്തെ മകനുണ്ടെന്നൊരു കള്ളം മറച്ചു വയ്ക്കുന്നു, ഇതൊക്കെ ആലോചിച്ച് തന്നെ നിനക്ക് സ്ട്രെസ്സ് കൂടുക, അതുകൊണ്ടാണ് നിന്നെ പറ്റിയുള്ള രഹസ്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയാൻ പറയുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഹേയ് ഇല്ല അതൊന്നും ഞാൻ തുറന്നു പറയില്ല, അതൊക്കെ അറിയുന്നതിന് മുമ്പ് എനിക്കൊരു കുഞ്ഞിനെ വേണം, ഞാൻ ഗർഭിണിയായെങ്കിൽ മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ആ കുഞ്ഞെ എനിക്കൊരു രക്ഷയായിട്ട് നിൽക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഇപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പറഞ്ഞ് പേടിയാ, കളർ ഡ്രസ്സൊക്കെ മാറ്റി ഇടുക. അപ്പോൾ എൻ്റെ ഈ രഹസ്യങ്ങൾ അറിഞ്ഞ് ഞാൻ കാരണം ആ പ്രശ്നം വരുന്നെന്നെങ്ങാനും ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ശ്രുതി ഒറ്റ വാശിയിൽ നിൽക്കുവാണ്. എന്നിട്ട് വാ നമുക്ക് മരുന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് മീരയും കൂട്ടി പോകുവാണ്. ഈ ടൈമിൽ രേവതിക്ക് കോള് വരുവാണേ, 50 മാലയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ചേച്ചി വിളിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ദേവുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുക, 5 മിനിറ്റിനുള്ളിൽ തിരിച്ച് വിളിക്കാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. രേവതി കോൾ ചെയ്ത് തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ കണ്ടിട്ടില്ലേ. എന്നിട്ട് ശ്രുതിയും മീരയും കൂടി മരുന്ന് മേടിക്കാൻ വേണ്ടി വേറൊരു മുറിയിലോട്ട് പോവാണ്. ഈ ടൈമിൽ ദേവ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ രേവതി ഓടിപ്പോയി ചോദിക്കുന്നുണ്ട് എന്തായി മോളെ നിനക്ക് ഈ ജോലി കിട്ടില്ലേ, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട് ചേച്ചി എന്തിനാ ടെൻഷൻ ആവുന്നേ, ഇൻ്റർവ്യൂ ഒക്കെ നന്നായിരുന്നു, ഞാൻ നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്, HR-നെയും കൂടി കാണാൻ പറഞ്ഞു, HR ഒരു മീറ്റിങ്ങിലാണ്, അത് കഴിഞ്ഞിട്ടേ വിളിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ രേവതി പറയും ആണോ കുറേ നേരം പിടിക്കുമോ, ചേച്ചി എപ്പോൾ വിളിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നേ, എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഒരു വലിയ പൂമാലയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നെ ഇപ്പം ചേച്ചി വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ ദേവ് പറയും എന്നാൽ രേവതി ചേച്ചി പൊക്കോ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഇങ്ങനത്തെ ഓർഡറൊക്കെ വല്ലപ്പോഴല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ രേവതി പറയും എന്നാലും നിന്നെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയെ വിളിച്ചോളാം, ചേച്ചി പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുവാണേ. എന്നിട്ട് ദേവ് അവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ശ്രുതിയും മീരയും കൂടി മരുന്ന് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത് കാണുന്നേ. അപ്പോഴേക്കും ദേവു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇത് ശ്രുതി ചേച്ചിയല്ലേ, ശ്രുതി ചേച്ചി എന്താ ഈ മറ്റേണിറ്റി ഹോസ്പിറ്റലിൽ. എന്നിട്ട് പോയി മിണ്ടാൻ പോകുമ്പോഴേക്കും അവിടെ HR-ൻ്റെ സെക്ഷനിൽ നിന്ന് ദേവുവെ വിളിക്കുവാണ്. അതുകൊണ്ട് തന്നെ ദേവുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ദേവു നേരെ ഇൻ്റർവ്യൂവിന് കയറുവാണ്. ഇവരാണെങ്കിൽ ദേവുവിനെ കണ്ടിട്ടുമില്ല, മരുന്ന് മേടിച്ചിട്ട് അങ്ങനെ ഇറങ്ങി പോവാണേ അവിടെ നിന്ന്. പിന്നെ കാണിക്കുന്നത് രേവതി പൂകട്ടെന്ന ചേച്ചിയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ദേവു ഫോൺ വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേവുവിൻ്റെ കോള് വരുവാണേ. കോള് വിളിച്ചിട്ട് ദേവു പറയുന്നുണ്ട് ചേച്ചി എന്നെ സെലക്ട് ചെയ്തു, നാളെ തൊട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവണേ. എനിക്ക് സന്തോഷമായി മോളെ, നീ അമ്മയെ വിളിച്ച് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയും ഇല്ല ഞാൻ ആദ്യം ചേച്ചിയെ വിളിച്ചാൽ പറഞ്ഞത്, ഇനി അമ്മയോട് നേരിട്ട് പോയി പറയാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയും സച്ചേട്ടനോട് ഞാൻ പറഞ്ഞോളാം, മോള് വേഗം പോയി അമ്മയോട് പറ, എനിക്ക് ഒരുപാട് സന്തോഷമായി, അമ്മക്കും സന്തോഷമാവും മോളെ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവു പറയും രേവതി ചേച്ചി പിന്നെ ഒരു കാര്യവും കൂടി, ഞാൻ ഹോസ്പിറ്റലിൽ ഒരാളെ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രേവതി പറയും ആരെ, ശ്രുതിയോ, ശ്രുതി എന്താ അവിടെ, അറിഞ്ഞൂടാ, ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ശ്രുതി ചേച്ചി എന്തോ മരുന്നൊക്കെ മേടിക്കുമായിരുന്നു അവിടെ നിന്ന്, സംസാരിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും എന്നെ അവിടെ അകത്തുനിന്ന് വിളിച്ചു, അതുകൊണ്ട് മിണ്ടാൻ പറ്റിയില്ല എന്ന് പറയുവാണേ. അപ്പോൾ രേവതി ചോദിക്കും അത് മറ്റേണിറ്റി ഹോസ്പിറ്റലല്ലേ, ഇങ്ങനെ പിള്ളേരെ സംബന്ധിച്ചുള്ള ഹോസ്പിറ്റലാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കുമാണ് ഈ ഹോസ്പിറ്റലിൽ ആളുകൾ വരുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഇനി ശ്രുതി ഗർഭിണിയാണോ, കുറച്ച് നാളായി ശ്രുതിയുടെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നു, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി എനിക്ക് തോന്നുന്നു അവളെന്നാൽ ഗർഭിണിയായിരിക്കുന്നു, അത് തന്നെ എനിക്ക് ഉറപ്പാ മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവ് പറയും ചേച്ചി ചിലപ്പോൾ ആയിരിക്കും, ഇന്ന് ഏതായാലും 2 സന്തോഷ വാർത്ത ഞാൻ കേട്ടു, ഒന്ന് എൻ്റെ മോക്ക് ജോലി കിട്ടി, അടുത്തത് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു ശ്രുതിക്കെന്ന് പറയുമ്പോഴേക്കും ദേവ് ചോദിക്കുന്നുണ്ട് അവർക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നതിന് ചേച്ചി എന്തിനാ എത്രയോ സന്തോഷിക്കുന്നേ, ശ്രുതി ചേച്ചി എപ്പോഴും അമ്മായിയമ്മയുടെ കൂടെ നിന്ന് ചേച്ചിയെ അപമാനിക്കുകയല്ലേ ചെയ്യാറെന്ന് പറയുമ്പോഴേക്കും അതിന് ശ്രുതി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ തന്നെയല്ലേ, അപ്പോൾ പിന്നെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ ദേവ് പറയുന്നുണ്ട് ശരി ചേച്ചി ഇപ്പം എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും ഞാൻ പൂക്കടയിലാ മോളെ, ഇപ്പം തന്നെ കെട്ടിക്കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണേ. രേവതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. രേവതി വീട്ടിൽ പോയിട്ട് പ്രത്യേകമായിട്ട് കേസരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി വന്ന് ചോദിക്കുന്നുണ്ട് ഇന്നെന്താ രേവതി പതിവില്ലാതെ കേസരിയൊക്കെ ഉണ്ടാക്കുന്നേ. അതൊക്കെ ഉണ്ട്. ദേവുവിന് ജോലി കിട്ടിയതുകൊണ്ടാണോ? അതുകൊണ്ട് പിന്നെ വേറൊരു കാരണവും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് വേറെ കാര്യമോ, അതെന്താ? സച്ചേട്ടൻ ഞാൻ ഹോളിൽ പോയിരിക്കേ, ഇപ്പം ആവും കേസരി, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഒന്നിച്ച് പറയാം, കൺഫേം ആയിട്ടില്ല, കൺഫേം ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്ത് കാര്യമായിരിക്കും? ഹോളി
ഹോളിൽ പോയി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹോളിൽ പോയി ഇരിക്കുവാണ്. ഹോളിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ രേവതി കേസരിയായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇതെന്താടി കേസരി, പറയാത്ത സാധനങ്ങളൊക്കെ ഈ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്തിനാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അവളുടെ അനിയത്തി പാസ്സായി, ഇപ്പോൾ ജോലിയും കിട്ടില്ലേ, അതിന് വേണ്ടി ഉണ്ടാക്കിയതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ആരെങ്കിലും ജയിച്ചതിനൊക്കെ എൻ്റെ വീട്ടിലെ ശർക്കരയും പഞ്ചസാരയൊക്കെ തീർക്കുന്നത് എന്തിനാ, അവർ ജയിച്ച അവരുടെ വീട്ടിൽ ഉണ്ടാക്കണം, അല്ലാണ്ട് ഇവിടുത്തെ സാധനങ്ങൾ എടുത്തല്ല ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, എൻ്റെ ചന്ദ്രേ, അവളൊരു സന്തോഷത്തിൽ ചെയ്തതല്ലേ, അതും അവളുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട്. ഓ, അനിയത്തിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് പറയാത്ത സാധനങ്ങളൊന്നും ഈ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറയുവാണ് ചന്ദ്ര. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിക്ക് വേണ്ടി മാത്രമല്ല ഞാനിത് ഉണ്ടാക്കിയത്, ശ്രുതിക്ക് വേണ്ടിയും കൂടിയാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോകുവാണ്. എനിക്ക് വേണ്ടിയിട്ടോ, ഈ രേവതി എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് എല്ലാവരും. എനിക്ക് വേണ്ടിയിട്ടോ, എന്തിനാ രേവതി എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം വരാൻ പോവല്ലേ എന്ന് പറയുവാണ് രേവതി. അപ്പോഴേക്കും ചന്ദ്ര രേവതിനോട് ചോദിക്കും, അവരുടെ ജീവിതത്തിൽ നല്ല കാര്യമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രുതി ആദ്യം എന്നോടേ പറയത്തുള്ളൂ, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, എന്താ മോളെ ശ്രുതി ആ നല്ല കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്കും അറിയില്ല ആൻറ്റി, ഈ രേവതി എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ടേ, ഇനിയും എന്തിനാ മറച്ചു വെച്ചിരിക്കുന്നത്, ശ്രുതി പറഞ്ഞില്ലെങ്കിലും ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് പറയുവാണേ. അപ്പം ശ്രുതി പറയും, എന്തറിഞ്ഞു, അതാണ് ശ്രുതി അമ്മയാവാൻ പോവല്ലേ എന്ന് പറഞ്ഞ് രേവതി ചിരിക്കുവാണ് ഭയങ്കര സന്തോഷത്തിൽ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്, ഈ രേവതി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ചെക്കപ്പിന് വേണ്ടി ഇന്ന് മറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയത് ഞങ്ങൾ കണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണേ. ദേവുവിന് ഇൻ്റർവ്യൂവിന് വേണ്ടി അവിടെ പോയായിരുന്നു, അപ്പോൾ അവളാ എന്നെ വിളിച്ചു പറഞ്ഞത് ശ്രുതിനെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ആണ്, അതെ, ശ്രുതി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി എന്നിട്ടെന്താ നീ ഇക്കാര്യം എന്നോട് പറയാത്തെ, എന്നോടല്ലേ നീ ഇത് ആദ്യം പറയണ്ടേന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും എല്ലാവരും വന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കണ്ടേന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആ പോയിരുന്നു. അപ്പോൾ വർഷ പറയും, കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിൽ കൺഫേം ചെയ്യാനായിരിക്കൂലേ ശ്രുതി ചേച്ചി പോയത്, ഏതായാലും കൺഗ്രാറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം അപ്പോഴും മാറുന്നില്ല. എന്നാലും ശ്രുതി, നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്, ആദ്യമായിട്ടാണ് ഇത് പറയാതിരിക്കുന്നത്, എടാ ശ്രുതി നിനക്കെങ്കിലും ഇത് പറയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്കും അറിയില്ലായിരുന്നു അമ്മേ, ഞാനും എപ്പോഴാണ് അറിയുന്നതെന്ന് പറയുവാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഓ, ശ്രുതി ചേച്ചി സർപ്രൈസ് ആയിട്ട് പറയാൻ വേണ്ടി ഇരുന്നതായിരിക്കും അല്ലേ ശ്രുതി ചേച്ചി എന്നൊക്കെ ചോദിക്കുവാണേ. ചന്ദ്രക്കാണെങ്കിലോ, ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു, എനിക്ക് ഈ സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരു പൂക്കാരി പറഞ്ഞിട്ട് വേണോ ഞാനിതൊക്കെ അറിയാനെന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആൻറ്റി, ഈ എന്തൊക്കെയായി പറയുന്നതെന്ന്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഇത് പ്രഗ്നൻസി ടൈമിൽ വരുന്ന കൺഫ്യൂഷന്, ശ്രുതി ചേച്ചി പേടിക്കേണ്ടെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, ഇത് എൻ്റെ അമ്മ അറിഞ്ഞ് എന്തോരം സന്തോഷിക്കുന്നു അറിയാവോ, ആദ്യം തന്നെ അച്ഛമ്മയെ വിളിച്ച് പറയട്ടെ, എടാ സച്ചി നീ ആ ഫോൺ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേന്ന് പറയുവാണേ. അപ്പോൾ സച്ചി ഫോൺ എടുക്കാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ വിളിക്കാനൊക്കെ വരട്ടെ, ഞാൻ ഗർഭിണിയൊന്നും അല്ല എന്ന് പറയുവാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. എല്ലാവരും രേവതിയെ നോക്കുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കും, എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്തിനാ ഈ മറിക്കുന്നേ, ശ്രുതി ഹോസ്പിറ്റലിൽ പോകുന്നത് കണ്ടായിരുന്നല്ലോ. പറയും, ഹോസ്പിറ്റലിൽ എന്തോരം പേരാ ഡെയിലി വന്നു പോകുന്നത്, അപ്പോൾ അവരൊക്കെ ഗർഭിണിയാണെന്നാണോ രേവതി വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് ശ്രുതി ചൂടാവുകയാണേ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പിന്നെ പോകുന്നത് എന്തിനാ, കൺഫേം ചെയ്യാനല്ലേ. ഞാൻ കൺഫേം ചെയ്യാനൊന്നും പോയതല്ല, ഒരു ജനറൽ ചെക്കപ്പിന് വേണ്ടി പോയതാന്ന് പറയുവാണേ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ജനറൽ ചെക്കപ്പോ എന്തിന്, അല്ല കല്യാണം കഴിഞ്ഞ് 1 ഇയർ ആവാറായില്ലേ, ഇതുവരെ കൺസീവ് ആവാത്തതുകൊണ്ട് വെറുതെ ഒരു ചെക്കപ്പ് ചെയ്ത് കളയാന്നോർത്ത് ഞാൻ പോയത് ആൻറ്റി, അല്ലാതെ ഞാൻ കൺഫേം ചെയ്യാനൊന്നും പോയതല്ല എന്ന് പറയുവാണ്. അതപ്പോഴേക്കും രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ശ്രുതി അപ്പോൾ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് രേവതി ഇങ്ങനൊരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ടത് എന്നോടല്ലേ, അല്ലാതെ ഇവിടെ എല്ലാവരോടും വന്ന് ഇങ്ങനെ വിളംബരം ചെയ്യുവാണോ വേണ്ടത്, അതും പോരാനായിട്ട് കേസരിയും വെച്ച് വിളമ്പുവാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഡിസപ്പോയിൻമെൻ്റ് ആയില്ലേ രേവതി കാരണം, നാണമില്ലേ രേവതി ഇങ്ങനെയൊക്കെ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ചീത്ത പറയുന്നുണ്ട് രേവതിയെ. നിനക്ക് ബുദ്ധിയില്ലേടേ, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നേ, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചീത്ത പറയുന്നുണ്ടേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, നിനക്ക് എന്താ ചന്ദ്രേ, അവക്കൊരു അബദ്ധം പറ്റി, അതിനിങ്ങനെ ചീത്ത പറയണോ, അബദ്ധം പറ്റിയെന്നോ, വലിയ ആളായിട്ട് എല്ലാവരും അറിയിക്കാൻ നോക്കിയത് വിശേഷം, ഇപ്പം കണ്ടില്ലേ, എല്ലാം ഉറപ്പിച്ചിട്ട് വേണം എല്ലാവരുടെ മുമ്പിലും അവതരിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും വീണ്ടും ചീത്ത പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, രേവതി, ആരാ രേവതിക്ക് ഫേക്ക് ന്യൂസ് തന്നത് ഞാൻ ഗർഭിണിയാണെന്നുള്ളത്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് പിന്നെ ദേവു ആ
ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ മാറുവാണേ. കാരണം ദേവു അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നോക്കിയാൽ ശ്രുതി ഒരു പ്രാവശ്യം ഗർഭിണിയായി പ്രസവിച്ച ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിയുമല്ലോ. അതോർത്തിട്ട് ശ്രുതി ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.